ഒരു വശത്ത് സ്ത്രീ ശാക്തീകരണത്തിനായുള്ള മുറവിളി, മറുവശത്ത് മതപരമായ വ്യക്തി നിയമങ്ങളെ ചൊല്ലിയുള്ള ആശങ്കകൾ. ഇതിനിടയിലാണ് രാജ്യശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ആസാം നിയമസഭയിൽ ബഹുഭാരത്യ നിരോധന ബിൽ 2025 പാസാക്കിയത്. പതിറ്റാണ്ടുകളായി സാമൂഹിക പരിഷ്കർത്താക്കൾ ആവശ്യപ്പെടുന്ന ഒരു നിയമമാറ്റം രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ബഹുഭാര്യത്വം ഒരു ശിക്ഷാർഹമായ ക്രിമിനൽ കുറ്റകൃത്യമായി കണക്കാക്കുന്ന ഇന്ത്യയിലെ കർശന നിയമങ്ങളിൽ ഒന്നാണിത്. ഈ നിയമം ആസാമിലെ മിക്കവരും എല്ലാ പൗരന്മാർക്കും ബാധകമാണ്. കൂടാതെ ഇത് മതഭേദമന്യേ എല്ലാ സമുദായങ്ങൾക്കും ബാധകമാകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള എല്ലാ മതസ്ഥർക്കും ഈ നിയമം ബാധകമാകും. ആസാമിൽ സ്ഥിരതാമസമാക്കിയവരോ ആസാമിൽ സ്ഥാവര സ്വത്ത് ഉള്ളവരോ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരോ ആയ വ്യക്തികൾ സംസ്ഥാനത്തിന് പുറത്ത് ബഹുഭാര്യത്വത്തിൽ ഏർപ്പെട്ടാലും നിയമത്തിന് കീഴിൽ വരും. ബോഡോലാൻഡ് ടെറിട്ടറിയൽ മേഖല, കാർബി ആംഗ്ലോങ്, നോർത്ത് കാച്ചർ ഹിൽസ് എന്നിവിടങ്ങളിലെ സ്വയംഭരണ കൗൺസിലിന്റെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങൾ ഭരണഘടന ആർട്ടിക്കിൾ 342 പ്രകാരം അംഗീകരിക്കപ്പെട്ട പട്ടികവർഗ വിഭാഗങ്ങളെ അവരുടെ ആചാര നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആസാം നിയമസഭയിൽ ബഹുഭാര്യത്വ നിരോധന ബിൽ പാസാക്കിയതോടെ ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിനിടെയാണ് ബിൽ പാസാക്കിയത് എന്നതും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനവുമാണ് ശ്രദ്ധേയം. ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയ പ്രസ്താവനകൾ നിർമ്മാണത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു. ബഹുഭാരത്വ നിരോധനത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആസാം നിയമസഭ പാസാക്കിയ ബഹുഭാരത്വ നിരോധന ബിൽ 2025 സംസ്ഥാന രാഷ്ട്രീയത്തിൽ തീവ്രമായ ധ്രുവീകരണം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ നിയമം കേവലം സാമൂഹിക പരിഷ്കരണം മാത്രമല്ല, മുസ്ലിം സാംസ്കാരിക വ്യക്തി നിയമങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിലൂടെയും ഏകീകൃത സിവിൽ കോഡ് എന്ന BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ ചുവടുവെപ്പാണിതെന്നും പറയാം. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മുസ്ലിം സമുദായം മുസ്ലിം വ്യക്തി നിയമം, അതായത് ശരിയത്ത് അനുസരിച്ചാണ് വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങൾ നിർണയിക്കുന്നത്. ബഹുഭാര്യത്വം കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണെങ്കിലും ഈ വ്യക്തി നിയമത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്നു. ആസാമിലെ പുതിയ ബിൽ നിലവിലുള്ള ഏതൊരു വ്യക്തി നിയമത്തെയും മറികടന്ന് ബഹുഭാര്യത്വം ഏകീകൃതമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുന്നു. ഈ നീക്കം മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകും. എന്നാൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ വാദത്തെ രാഷ്ട്രീയപരമായി ശക്തമായി നേരിട്ടിട്ടുണ്ട്. ബില്ലിനു വേണ്ടി വാദിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ബഹുഭാര്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും തറപ്പിച്ചു പറയുന്നു. ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ രണ്ടാമത്തെ വിവാഹം ഇസ്ലാമികൾ തന്നെ അസാധുവാണെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മതപണ്ഡിതന്മാർക്കിടയിൽ പുതിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സ്ത്രീകളുടെ പിന്തുണ നേടാനും മതപരമായ വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ മുസ്ലിം വോട്ട് ബാങ്കിൽ ഭിന്നിപ്പുണ്ടാക്കാനുമുള്ള രാഷ്ട്രീയ തന്ത്രമാണോ ഇതെന്ന് കണ്ടറിയേണ്ടതാണ്. ബില്ലിന്റെ അവതരണത്തെക്കാൾ ഏറെ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചത് ഇത് ഏകീകൃത സിവിൽ കോഡിലേക്കുള്ള വ്യക്തമായ ആദ്യ ചുവടുവെപ്പാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ്. രാജ്യവ്യാപകമായി BJPയുടെ പ്രധാന അജണ്ടകളിലൊന്നാണ് UCC നടപ്പാക്കുക എന്നത്. ഗോവ ഒഴികെ മറ്റൊരു സംസ്ഥാനവും ഇതുവരെ ഇത് നടപ്പാക്കിയിട്ടില്ല. ബഹുഭാര്യത്വം ആദ്യം നിരോധിക്കുകയും തുടർന്ന് UCC കൊണ്ടുവരികയും ചെയ്യുന്ന ഈ തന്ത്രം വിവാഹമോചന നിയമങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള ഒരു ഘട്ടമായുള്ള നീക്കമായി കണക്കാക്കാം. ചില മുസ്ലിം നേതാക്കൾ ഇത് ഒഴിവാക്കലിനെതിരെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ബഹുഭാര്യത്വം നിരോധിക്കുമ്പോൾ ആചാര നിയമങ്ങൾ അനുസരിച്ച് ബഹുഭാര്യത്വം അനുവദിക്കുന്ന ഗോത്രവർഗങ്ങളെ ഒഴിവാക്കുന്നത് വിവേചനപരമാണെന്നും ഇതൊരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും അവർ ആരോപിക്കുന്നു. ബിൽ പ്രകാരം ബഹുഭാര്യത്വ വിവാഹങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷകളാണ് വ്യവസ്ഥ ചെയ്യുന്നത്. കുറ്റകൃത്യം ശിക്ഷാ ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുക 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. നിലവിലുള്ള വിവാഹം മറച്ചുവെച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ 10 വർഷം വരെ തടവും കനത്ത പിഴയും ലഭിക്കും. ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് ഓരോ തവണയും ഇരട്ടി ശിക്ഷയാണ് ലഭിക്കുക. ബഹുഭാര്യത്വത്തെക്കുറിച്ച് പോലീസിൽ നിന്ന് വിവരം മറച്ചുവെച്ചാൽ 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. അത്തരം വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്ന പുരോഹിതന്മാർ, കാസിമാർ 2 വർഷം വരെ തടവും 1.5 ലക്ഷം രൂപ വരെ പിഴയും ആണ് കിട്ടുക. രാഷ്ട്രീയപരമായ വെല്ലുവിളികളും സാംസ്കാരികപരമായ വിവാദങ്ങളും UCC എന്ന ലക്ഷ്യവും
ഈ ബില്ലിനെ ആസാമിലെ ഏറ്റവും ശക്തമായ നിയമനിർമ്മാണങ്ങളിൽ ഒന്നാക്കി മാറ്റുമ്പോൾ ഈ ബില്ല് ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്.